പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പുതിയ ഒരാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ കുട്ടികളുടെ പരീക്ഷകൾ അതുപോലെ നമ്മുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ 53:5. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എത്രയോ വീഴ്ചകൾ വന്നിട്ടുണ്ട്, എത്രയോ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് വീഴ്ചകൾ എത്രയോ പ്രിയ സഹോദരങ്ങളെ. അതെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു മുറിവേൽപ്പിക്കും, എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു ക്ഷതമേൽപ്പിക്കും. നമ്മുടെ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ അതിൻ്റെ ലോകോത്തര സംവിധായകനായ മെൽ ഗിബ്സൺ പറയുന്നൊരു കാര്യമുണ്ട്. അത് ശരിക്ക് യേശു കാൽവരിയിൽ അനുഭവിച്ച പീഡകളുടെ 10-1 പോലും ശരിക്കും ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം സെൻസർഷിപ്പ് അതിന് അനുവാദം നൽകില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ മെൽ ഗിബ്സൺ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിലാണ് ഇപ്പോൾ ഒരുപാട് പാട്ടുകളിലൊക്കെ വരുന്ന യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ രംഗങ്ങളൊക്കെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആ ഫിലിമിലെയാണ്. അതും മെൽ ഗിബ്സൺ എൻ്റെ സംവിധായകൻ തന്നെ പറയണത് ശരിക്കും 10-1 പോലും ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല, സെൻസർഷിപ്പ് ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരൻ, നമുക്ക് ആ ഫിലിം കാണുമ്പോൾ തന്നെ ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഫിലിം പാഷൻ ഓഫ് ക്രൈസ്റ്റാണ്. കാരണം എത്രയോ തവണ ഞാൻ വിഷമിച്ചും പ്രയാസപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ, വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണും. കാരണം എനിക്കുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവിക്കുന്ന സഹനം എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ് സഹോദരങ്ങളെ. അതന്നെ നമ്മളോ അയ്യോ എല്ലാം പോയി എന്ന രീതിയിലാണ് ആ സഹനം തന്നെ നമ്മൾ സ്വീകരിക്കും. യേശുവിൻ്റെ സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും. നമ്മുടെ അതിക്രമങ്ങൾക്ക്, എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട യേശു, എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി യേശു എന്തിനിതെല്ലാം ഏറ്റത് സഹോദരങ്ങളെ? അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവിനാൽ. അതുകൊണ്ട് ഈ സൗഖ്യം നാം സ്വീകരിക്കാനായിട്ടൊരു ദൈവ പൈതൽ തയ്യാറാകാത്തിടത്തോളം കാലം അവൻ ബന്ധനത്തിലാണ്. ഈ സൗഖ്യമുണ്ടല്ലോ, യേശുവിലൂടെ കരഗതമായിട്ടുള്ള ഈ സൗഖ്യം ഒരു വ്യക്തി നേടിയെടുക്കണം. ദൈവമേ എനിക്ക് തരണമേന്ന് ബർത്തമീസ് നിലവിളിച്ചതുപോലെ യേശുവേ എന്ന് നിലവിളിച്ചപ്പോൾ അവന് സൗഖ്യമായിട്ട് ആ യേശുവിൻ്റെ കൃപ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിനക്ക് സമാധാനമില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവേ എന്ന് നിലവിളിക്കുമ്പോൾ സമാധാനമായി നിൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരും. നിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വലിയൊരു പ്രതികൂലത്തിലേക്ക്, ആർക്കും നേരെയാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് എൻ്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ രക്ഷ കരഗതമാകും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ പറ്റുവാണെങ്കിൽ ഇത് കാണാപാഠം പഠിക്കണം കേട്ടോ. ചിലപ്പോൾ മറന്നു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. ദൈവമേ, ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾ നിറയ്ക്കണേ കർത്താവേ. കർത്താവേ, ഞങ്ങൾക്ക് കുറവുകളുണ്ട്, ഞങ്ങൾക്ക് പോരായ്മകളുണ്ട്, ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ കാൽവരി ബലിയുടെ അനന്ത യോഗ്യതയാൽ കർത്താവെ എനിക്ക് രക്ഷ നൽകിയിട്ടുണ്ടല്ലോ, എനിക്ക് സൗഖ്യം നൽകിയിട്ടുണ്ടല്ലോ. ആ സൗഖ്യം അനുഭവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. രക്ഷിതാവായ യേശുവിനെ ഗൗരവപൂർവ്വം ചേർത്ത് പിടിക്കാൻ വേണ്ട അഭിഷേകം നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.